പാരാമീറ്ററിനെ പറ്റിയിട്ടാണ്. ഓപ്പാം പാരാമീറ്ററിനെ പറ്റി നമ്മൾക്ക് ഒരു 12 ടൈപ്സ് ഓഫ് ഓപ്പാം പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നിപ്പോൾ നമുക്കൊരു 6 തരത്തിലുള്ള 6 ടൈപ്പ് ഓഫ് ഓപ്പാം പാരാമീറ്റേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പാം പാരാമീറ്റർ. ഓപ്പാം പാരാമീറ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പാം പാരാമീറ്റർ. ഓപ്പാം പാരാമീറ്ററിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെ പറ്റിയാണ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻപുട്ട് ബയാസ് കറന്റ്. ഇൻപുട്ട് ബയാസ് കറന്റ്. ദെൻ തേർഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് CMRR എന്ന് പറയുന്നത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്ലൂ റേറ്റ്. ആറാമത് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഈ 6 പാരാമീറ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമീറ്റർ ആണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് VIO എന്ന് പറഞ്ഞിട്ടാണ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് VIO. 741 ICനെ പറ്റിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 741Cയുടെ കേസിൽ, അതായത് 741 ICയുടെ കേസിൽ മാക്സിമം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 6 mV ആണ്. ഈ വാല്യൂസ് നമ്മൾ ഓർത്തിരിക്കണം. 6 mV ആണ്. അപ്പോൾ എന്തായിരിക്കും ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് ദി വോൾട്ടേജ് that must be applied between two terminal of an op-amp to null the output. അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പാമിന് എത്ര ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്? 2 ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്, ഇല്ലേ? ഏതൊക്കെയാണ്? ഇൻവെർട്ടിംഗ് ടെർമിനൽസും ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽസും ഉണ്ട്. ഈ ഇൻവെർട്ടിംഗ് ടെർമിനൽസിലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽസിലും നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്താലും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോർ 741Cയുടെ കേസിൽ മാക്സിമം വരാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 6 mV ആണ്. ക്ലിയർ ഇറ്റ്? അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് ദി വോൾട്ടേജ് that must be applied between two terminal of an op-amp to null the output. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓപ്പാമിന്റെ 2 ഇൻപുട്ട് ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. ഇൻവെർട്ടിംഗ് ടെർമിനലിലും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലും വോൾട്ടേജ് അപ്ലൈ ചെയ്താലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. to null the output voltage. For 741 6 mV is maximum. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് VIO എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ഇൻപുട്ട് ബയാസ് കറന്റ്. ഇൻപുട്ട് ബയാസ് കറന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് IB എന്ന് പറഞ്ഞിട്ടാണ്. ഇൻപുട്ട് ബയാസ് കറന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ആവറേജിനെയാണ് ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറന്റ്. അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് IB1 and IB2. അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആൻഡ് ഇൻവെർട്ടിംഗ് ടെർമിനൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ആവറേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറയുന്നത്. ഫോർ 741Cയുടെ കേസിൽ മാക്സിമം വരുന്നത് 500 നാനോ ആംപിയർ ആണ് ഇൻപുട്ട് ബയാസ് കറന്റ് വരുന്നത്.
രണ്ട് കേസ് പറഞ്ഞു, രണ്ട് പാരാമീറ്റർ പറഞ്ഞു. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാലോ ഓപ്പാമ്പിന്റെ രണ്ട് ഇൻപുട്ട് ടെർമിനലിലും വോൾട്ടേജ് സപ്ലൈ ചെയ്താലും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 741C കേസിൽ മാക്സിമം എന്ന് പറയുന്നത് 6 മില്ലി വോൾട്ട് ആണ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ബയാസ് കറന്റ് ആണ്. ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറന്റിന്റെ ആവറേജ്, അതായത് IB1 പ്ലസ് IB2/2. മാക്സിമം എന്ന് പറയുന്നത് 500 നാനോ ആംപിയർ. ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ബയാസ് കറന്റ്. ഇൻപുട്ട് ബയാസ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് IIO എന്ന് പറഞ്ഞിട്ടാണ്. IIO അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് IIO, ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും പാസ് ചെയ്യുന്ന കറന്റിന്റെ ഓൾജിബ്രിക് ഡിഫറൻസിനെയാണ്, അതായത് മോഡുലസ് ഓഫ് IB1 മൈനസ് IB2. അതായത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഓൾജിബ്രിക് ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത്. Equation is IIO equal to modulus of IB1 minus IB2. Maximum value എത്രയായിരിക്കും 741 കേസിൽ? 200 നാനോ ആംപിയർ. Then next case എന്ന് പറയുന്നത് CMRR. CMRR എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is the ratio of differential common mode gain divided by common mode gain, അതായത് AD/ACM. CMRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതായത് CMRR എന്ന് പറയുന്നത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. CMRR ഈക്വൽ ടു AD/ACM. AD/ACM എന്ന് പറഞ്ഞാൽ എന്താ? AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഡിഫറൻഷ്യൽ ഗെയിൻ ആണ് AD എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ഗെയിൻ. ACM എന്ന് പറയുന്നതോ കോമൺ മോഡ് ഗെയിൻ ആണ്. കോമൺ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ. ഈ കോമൺ മോഡ് ഗെയിൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് എടുക്കുമ്പോഴാണ് കോമൺ മോഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കാം. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ. മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 90 dB ആണ്. CMRRന്റെ കേസിൽ മാക്സിമം വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 90 dB ആണ്. Then next case എന്ന് പറയുന്നത് സ്ലൂ റേറ്റ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച്